അപ്പോൾ ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സർവൈവൽ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇട്ടാണ് വന്നിക്കണേ. അപ്പം നമ്മൾ മൂന്നാമത്തെ ഓർമ്മയില്ല, മൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ് ഞാൻ വന്നിക്കണേ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഒരു അടിപൊളി അയൺ ഫാമാണ്. റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴ. അയൺ ഫാമിന് ആവശ്യമുള്ള റീസോഴ്സ് ഞാൻ ഈ പെട്ടിയിൽ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉറങ്ങാൻ കഴിയണ മഴയാണോ? അതാ ഉറങ്ങാൻ കഴിയണ മഴയാണ്. തണ്ടർ സ്റ്റോമുള്ള മഴയാണെങ്കിൽ ഉറങ്ങാൻ കഴിയുമോ? അങ്ങനെ എന്തോ ഉണ്ടല്ലോ. രാവിലായി തോന്നിയില്ലേ, മഴ നിന്നാലേ തോന്നുള്ളൂ. സോംബീസൊക്കെ ഇറങ്ങി തുടങ്ങിയാണ്. പിന്നെ അവിടെ ചെറുതായിട്ടുള്ളൊരു കമ്പോസ്റ്റിംഗ് സ്റ്റേഷൻ തുടങ്ങിയാണ്. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ സ്പ്രൂസൊക്കെ ഞാൻ കുറേ ട്രാവൽ ചെയ്ത് പോയി കണ്ടെത്തിയതാണ് ഗായ്സ്. പിന്നെ ഞാൻ ക്രിയേറ്റീവ് മോഡൊക്കെ ഒന്ന് മാറ്റിയില്ലേ ഗായ്സ്, നിങ്ങൾ അതൊന്നും വിചാരിച്ചതാക്കണ്ട. ഞാൻ ക്രിയേറ്റീവ് മോഡൊക്കെ സ്വിച്ച് ചെയ്തിട്ടേ ഇല്ല. ഈ അയൺ ഫാമും ഞാൻ സ്വിച്ച് ചെയ്യേ ഇല്ല. പറയണേ കിട്ടണില്ല. നമ്മൾ ഫുള്ള് അയൺ ടൂൾസ് ആണ്. അപ്പം കാണാൻ മനസ്സിലാക്കുക നിങ്ങൾക്ക് എൻ്റെ ഷവല് പോയി, ഡയമണ്ട് ഷവല്. അത് ഞാൻ ഡ്രീമിൻ്റെ ചാടിച്ചാടുള്ള ക്ലച്ചില്ലേ, അത് ചെയ്തപ്പം പോയതാണ്. അത് ചെയ്തപ്പോൾ ഞാൻ നേരെ പോയി ലാവയൊക്കെ അങ്ങോട്ട് വീണ്. അത് ചെയ്തപ്പോൾ അങ്ങോട്ട് എൻ്റെ ഷവലും എൻ്റെ കുറേ എമറൾഡ് ഉണ്ടായിന്, അതും കുറേ സ്റ്റിക്ക് ഉണ്ടായിന്, ഒക്കെ പോയി. 28 എമറൾഡ് ഇട്ടുണ്ടായിന്, ഒക്കെ പോയിണ്ടായിരുന്നു. ഇനി നമുക്ക് അയൺ ഫാം ഉണ്ടാക്കിയിട്ട് അയൺ വിറ്റ് ഇതുണ്ടാക്കണം. ഒരു സ്റ്റാക്ക് അയണിന് എത്ര 60 അയൺ, ഒരു 4 അയൺ കൊണ്ട് ഒരു എമറൾഡ് ഉണ്ടാക്കുക, അങ്ങനെയാണ്. പിന്നെ അത് അത്രയും ഐറ്റംസാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ചാടി ഉണ്ടാവുന്ന ആ ഗ്ലിച്ചില്ലേ, അല്ല ആ ക്ലച്ചില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ നല്ലവണ്ണം ചെയ്ത്, പക്ഷേ എന്താ നേരെ പോയി ലാവയൊക്കെ കൊണ്ട് വീണെടുത്തതിൻ്റെ ഫയർ റെസിസ്റ്റൻ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മളതിൽ. ടോട്ട ഉണ്ടെങ്കിൽ ഫയർ റെസിസ്റ്റൻ്റ് ആവും ഇങ്ങനെ ചെയ്യാനി, പക്ഷെ ടോട്ടും ഇല്ലല്ലോ. നമ്മളെ ഗെയിമിൻ്റെ ഫസ്റ്റ് ആണല്ലോ, തുടക്കത്തിലാണല്ലോ. നമുക്ക് ടോട്ടം റെയ്ഡിനൊക്കെ പോകണം, വിതറിനെ കൊല്ലണം, കുറേ പണികളുണ്ട്. അപ്പം നമുക്ക് ഈ പെട്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പണി തുടങ്ങാം. നമുക്ക് അയൺ ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഗായ്സ് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബിൽഡ് ചെയ്യാൻ ബ്ലോക്കൊന്നും ഇല്ല, ഉള്ള ഡേർട്ട് വെച്ചിട്ടാണ് ഞാൻ ഇതും കൂടി ബിൽഡ് ചെയ്തിക്കണേ. ഇല്ല, എൻ്റെ കയ്യിൽ ഇനിയും ഡേർട്ട് ഉണ്ട്, ഞാൻ മറന്നുപോയി. 4 സ്റ്റാക്ക് ഡേർട്ട് ഇനിയും ഉണ്ട്. ഡേർട്ട് അധികം യൂസ് ചെയ്യേണ്ടി വന്നില്ല. അവിടെ പ്ലാറ്റ്ഫോമും പിന്നെ അങ്ങോട്ട് വരാനുള്ളതും ഒഴിച്ച് അധികം ഒന്നും ഇതാക്കേണ്ടി വന്നില്ല. പിന്നെ ഇപ്പം കൂടി ഒരു അയൺ ഗോളം സ്പോണായി വന്ന് ചത്തിട്ടുള്ളൂ. ഇനിയും വെയിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ സ്പോണാകാൻ കാണും. ഞാൻ ഒരു ബെഡ് മാത്രം മഞ്ഞാക്കണ്ടല്ലേ വിചാരിച്ച് ഞാൻ സ്പ്രൂസ് തേടി പോയപ്പോൾ മറ്റേ സൺഫ്ലവറിൻ്റെ പൂവില്ലേ, അത് കണ്ടിനി. അത് ബോൺമീൽ ചെയ്തെടുത്ത്. അപ്പം ആക്കെയാണ് അത്. അപ്പം ഒരു എനിക്കുള്ള സ്പൂൺ അത് കണ്ടില്ലേ. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചത്ത്, ലെവലൊക്കെ പോയത് കൊണ്ട് മനസ്സിലാക്കുക. ചെറുതായിട്ടൊന്ന് ചത്ത് ഒരു ലെവലായി. നമ്മളെ 14 എത്ര ഉണ്ടായിന്, നമുക്ക് സീനില്ല ഗൈസ്. നമുക്ക് അയണൊക്കെ എടുത്ത് കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ഒപ്പിക്കുക. കണ്ടില്ല, ഒരു അയൺകോളം സ്പോണായി. 2 അയൺകോളം സ്പോൺ ആവേണ്ടിയാണ്, എന്താണെന്നറിയില്ല, എന്തെങ്കിലും വെച്ചാവും. ഇതാ ഇവിടെ 20 വില്ലേജസിൻ്റെ ഇതാ കണ്ടില്ല, 2 അയൺകോളം സ്പോണായി. 20 വില്ലേജസും 20 ബെഡും ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് 2 അയൺകോളം സ്പോൺ ആവണേ. അത് വേണമെങ്കിൽ നമുക്ക് 10 വില്ലേജസും 10 ബെഡും ആക്കാം, പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് എഫിഷ്യൻ്റ് ആവില്ല. അതുകൊണ്ടില്ല, ഒരു അയൺകോളം സ്പോൺ ആയപ്പോഴത്തേനും പിന്നെ ഒരു അയൺകോളം സ്പോണായി, ചത്തപ്പോഴത്തേനും പിന്നെ ഒരു അയൺകോളം സ്പോണായി. ഇനി ഒരു അയൺകോളം കൂടി ചത്താൽ പിന്നെയും സ്പോൺ, അങ്ങനെ ലിമിറ്റ് ഇല്ലാതെ ഇങ്ങനെ സ്പോൺ ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഫാമിൻ്റെ പ്രത്യേകത. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കൂൾ ഡൗണൊക്കെ ഉണ്ടാകും. നമ്മൾ ഇങ്ങനെ നോക്കിന്നാൽ പിന്നെ ഇങ്ങനെ നോക്കിക്കൽ തന്നെ ആവും. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ് ഇത് ഫ്ലക്സിങ് ടേബിളാണ് ഞങ്ങൾക്ക് ഇതായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പോൺ ആയിക്കണ്. നമുക്ക് ഏത് ഡേർട്ട് പൊട്ടിച്ചിട്ട് താഴത്തേക്ക് പോവാം. നമുക്ക് നേരെ ഇങ്ങോട്ട് താഴത്തേക്ക് എടുത്ത് ചാടാം ഗൈസ്. നമുക്ക് എത്ര അയൺ വന്നിട്ടുണ്ട്, 61 അയൺ വന്ന് ഗൈസ്. അപ്പം ഇത് നല്ല എഫിഷ്യൻ്റാണ്. 16 ഇതും വന്ന്, എന്താ പോപ്പിയും വന്ന് 17 പോപ്പി, 64 സ്റ്റാക്കും ഒന്നും ഒരു അയൺകോളും കൂടി സ്പോൺ അയണും കൂടി ചത്തിട്ട് നമുക്ക് ആ അയനും കൊണ്ട് പോയി ട്രേഡ് ചെയ്ത് അടിപ്പോൾ കുറേ എമറൾഡ് ഉണ്ടാക്കി. കുറേ കൂടി മറ്റേ എന്തേനി
സ്മിത്തിങ് ടേബിളിൻ്റെ ആളുണ്ടാക്കി നമുക്ക് കുറേ അയണ് AFK ഒപ്പിച്ചിട്ട് കൊണ്ടുപോയി വിൽക്കണം. നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അതിന് ഫുള്ള് ഡയമണ്ട് ആർമറായിട്ട് നെതർക്ക് പോകണം. നെതർക്ക് പോയിട്ട് ബ്ലേസ് റോഡ് ഒപ്പിക്കണം, എൻഡർപോൾ ഒപ്പിക്കണം. നമുക്ക് മെയിനായിട്ട് റെയ്ഡിന് പോകണം. അങ്ങനെ കുറേ പണികളുണ്ട്. പിന്നെ നമ്മൾ പോയതിന് ശേഷം ഒരു വില്ലേജ് കണ്ടെത്തി. ഞാൻ സ്പ്രൂസ് ഐഡിയ പോയപ്പോൾ ഒരു വില്ലേജും കൂടി തേടിയിരുന്നു. പിന്നെ അതിന് മെയിനായിട്ടുള്ള കാരണം ക്യാരറ്റാണ് ഗൈസ്. ഞാൻ ട്രേഡിങ് ആളുടെ വില്ലേജേഴ്സിനെ ബ്രീഡ് ചെയ്തിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ള ക്യാരറ്റ് മൊത്തം ഐറ്റം ഫ്രെയിമിലുള്ള ഞാൻ വേറെ എന്തോ ഉപയോഗത്തിന് എടുത്തിന്. ബാക്കിയുള്ള മൊത്തം ഞാൻ എടുത്ത് ഇവിടെ ഓലിക്ക് ബ്രീഡ് ചെയ്യാൻ കൊണ്ടിട്ട് നോക്കി. പിന്നെ എനിക്ക് ഓർമ്മ എൻ്റെ ഫാം ചെയ്യാൻ ഇതൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ അതിനും കൂടി ഞാൻ വില്ലേജും തിരഞ്ഞു പോയി. പിന്നെ ഞാൻ ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ സ്റ്റിക്ക് ഇല്ല, നമുക്ക് ഡേർട്ട് എടുത്ത് അവിടെയൊക്കെ അല്ല. അതിൻ്റെ മുന്നേ നമുക്ക് 2 വർക്ക് സ്റ്റേഷൻ ഉണ്ടാക്കണം. വർക്ക് സ്റ്റേഷന് സ്മിത്തിങ് ടേബിളാണ് നല്ലത്. അവിടെ 2 സ്മിത്തിങ് ടേബിൾ 2 അയണ് വെച്ചിട്ട് ഈ പ്ലാങ്ക് എടുത്ത് ഇവിടെ ഒക്കെ. അപ്പം എന്താ ചെയ്യുന്നത്? ഇനിയിപ്പം അങ്ങനെയൊന്നും ചെയ്യണ്ട. നമുക്ക് നേരെ ഇപ്പോൾ ഒരു 4 ഉണ്ടാക്കാം. എനിക്കറിയില്ല. നമ്മൾ വേറെ അയണുണ്ടല്ലോ. ഞാൻ ഈ ഒരു 4 വെച്ചിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. 2 വില്ലേജേഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ. ഇപ്പം ജോലി ഇല്ലാത്ത ഓൽക്കും കൂടി ജോലി കൊടുക്കുക. പിന്നെ 2 ഞാൻ അൺലോക്കാക്കി വെച്ചാണ്. ഒരു സ്മിത്തിങ് ടേബിൾ, ഒരു ടൂൾ സ്മിത്ത്, ഗ്രൈൻഡ് സ്റ്റോൺ ഇല്ലേ അതിന് ഞാൻ 2 ടൂൾ സ്മിത്താണ്. ഗ്രൈൻഡ് സ്റ്റോണിന് ഞാൻ ഇതാക്കി വെച്ചിന്. ടൂൾ സ്മിത്തും വെപ്പൺ സ്മിത്തും അങ്ങനെയാണ് ഗൈസ്. അല്ലാതെ 2 ടൂൾ സ്മിത്ത് അല്ല. ഗ്രൈൻഡ് സ്റ്റോൺ ആണെന്ന് തോന്നുന്നു വെപ്പൺ സ്മിത്ത്. അതിനെയും പിന്നെ ടൂൾ സ്മിത്തിന് ഞാൻ സെറ്റ് ചെയ്തിന്. ടൂൾ സ്മിത്തിൻ്റെ എല്ലാ അരയിലും അയണ് കൊടുക്കുക. നമുക്ക് ഒരു സ്റ്റാക്ക് അയണുണ്ട് നമ്മളതിൽ. അത് ഫുള്ള് കൊണ്ടുപോയി കൊടുത്ത് എത്ര മറകളുടെ കിട്ടും നോക്കാം. 16 എത്രയൊക്കെ കിട്ടുള്ളൂ. 16 കിട്ടുള്ളൂ. നമ്മളെ ഹാർട്ടൊക്കെ കുറേ ഉണ്ടാവും, നമ്മൾ നോക്കണില്ല. എനിക്കിങ്ങനെ ചാടി പോകണത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പോയി അയണ് കൊടുത്ത് ട്രേഡ് ചെയ്ത് എമറൽഡ് ഉണ്ടാക്കുക. എന്താ ഗൈസ്, ഞാൻ വെള്ളമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ വെള്ളം ഡീസ്പോൺ ചെയ്ത് കണ്ടില്ലേ. നമ്മൾ അൺലോഡ് ചെയ്തതാവും. കാരണം ഞാൻ പൂട്ടാനായിട്ട് സാൻഡൊക്കെ എടുത്തിന് വെറുതെ. ഇൻവെൻ്ററി നിൽക്കട്ടെ ഗൈസ്. നമുക്ക് നമ്മളെ ലോക്കൽ ട്രേഡിങ് ഹാള്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെയുള്ള 2 ആൾക്കാർക്കും കൂടി പണിയെടുക്കുക. ബോസ്കെൽട്ടണോ ഇല്ല, നമുക്ക് ഇവിടെ 2 വില്ലേജേഴ്സും കൂടി ഉണ്ട്. അതിനും കൂടി പണിയെടുക്കുക. അതെന്താ ഇങ്ങനത്തെ ഈ കോട്ട് എനിക്കറിയില്ല. സാധാരണ ഈ സ്ഥലത്തെ മറ്റേ കോട്ട് തന്നെയാണ് വരാറുള്ളത്. ബ്രീഡ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഇവർ 2 ഇതെടുത്താണ് പണിയെടുത്ത്. ഇവൻ്റെ കയ്യിൽ നമുക്ക് അയണൊക്കെ കൊടുത്ത് ട്രേഡ് ചെയ്യാം. ഒരാളുടെ അടുത്ത് ഒരു സ്റ്റാക്ക് അയണിട്ട് കൊടുക്കാൻ കഴിയുമെന്ന് തോന്നണേ. ഇല്ല ഗൈസ്, നമുക്ക് 16 കൂടി വേണം. ഇവന് അൺലോക്ക് ചെയ്തണോ? ഇല്ല, അൺലോക്ക് ആയിട്ടില്ല. നമുക്ക് ഗ്രൈൻഡ് സ്റ്റോണിൻ്റെ ആൾ അൺലോക്ക് ആയിന്. അപ്പോൾ അവന് കുറച്ച് എൻ്റെ ഉള്ള ബാക്കി അയനും കൂടി അങ്ങോട്ട് കൊടുത്ത് എമറൾഡ് ആക്കുക. നമുക്ക് ഇപ്പം കിട്ടിക്കുന്ന 16 എമറൾഡാണ്. ഇപ്പോൾ 7 ലെവലും ആയി. ഈ എമറൾഡ് വെച്ചിട്ട് ഇവന്മാരെ ലെവലപ്പൊക്കെ നമുക്ക് ടൂൾ സ്മിത്ത് പിക്കാസ് വാങ്ങിയാലാണ് ലെവലപ്പ് ആവുന്നത്. എത്ര പിക്കാസ് വാങ്ങേണ്ടി വരും? 10 പിക്കാസ് ഇപ്പം തന്നെ ആയി. 10 പിക്കാസ് വാങ്ങേണ്ടി വന്ന്. 10 സ്റ്റോൺ പിക്കാസ്. ബാക്കി ഇവൻ്റെ കൊടുത്ത് 10 15 സ്റ്റോൺ പിക്കാസ് വാങ്ങിയിട്ട് വന്ന്. ബാക്കി ഇവൻ്റെ കൊടുത്ത് ആക്സും വാങ്ങി ഇവനെയും കൂടി ലെവലപ്പൊക്കെ. അപ്പം നമുക്ക് ലെവലപ്പാക്കി അയൺ കൊടുക്കണതിൻ്റെ അത്ര ആക്കാൻ കഴിഞ്ഞില്ല. എമറൾഡ് അതിൻ്റെ മുന്നേ തീർന്നു പോയി. അപ്പം ഞാൻ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേനും ഫുള്ള് ഡയമണ്ട് ആർമർ ആക്കി വെക്കുക. ഈ എപ്പിസോഡിലാക്കി വെക്കാമെന്ന് പറഞ്ഞ് ശരിക്കും കഴിഞ്ഞില്ല. എമറൾഡ് ഒപ്പിക്കാൻ കൊടുത്ത് ട്രേഡ് ചെയ്യാൻ കഴിയണില്ല. അതുകൊണ്ട് ഇനി അയൺ ഫാം ഉണ്ടല്ലോ, അയൺ കൊടുത്ത് ട്രേഡ് ചെയ്ത് ഒപ്പിക്കുക. ഞാൻ വീണ്ടും പറയണേ കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. പക്ഷേ ബാക്കിയും കൂടി കാണേണ്ടവർക്ക് കാണാം. ഞാൻ വെറുതെ വോയിസ് ഒന്നും വെക്കണില്ല, വെറുതെ ഇങ്ങനെ ഓടണ കുറച്ച് വീഡിയോ ആണ്. ചില വീഡിയോയിൽ എനിക്കൊരു ഭ്രാന്താണ് ഗൈസ്. ചിലപ്പം ഉണ്ടാവില്ല, ഞാൻ വെക്കലുണ്ടാവില്ല.
നമുക്ക് വീഡിയോ ഇടാൻ സമയമൊക്കെ 2-3 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് 2 ദിവസമായിട്ടായി. നമുക്ക് വീഡിയോ ഒക്കെ ഇടണം. ഇന്ന് തന്നെ വീഡിയോ ഇടാവും. ഞാൻ